പാലയുടെ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം കൂടി നോക്കാം. അതായത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളുടെ ചിത്രം പരിശോധിക്കുമ്പോൾ രസകരമായ ചില സാഹചര്യം കൂടി പാലയ്ക്കുണ്ട്. നമുക്കതുകൂടി പരിശോധിക്കാം. 2016, അതായത് കെ എം മാണിയുടെ അവസാന തെരഞ്ഞെടുപ്പ്. കെ എം മാണി അവസാനമായി അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മരണത്തിന് തൊട്ട് മുമ്പ് അദ്ദേഹം MLA ആയിട്ടാണ് മരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം നോക്കൂ. 2016 കെ എം മാണി അവസാനമായി മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിൽ കെ എം മാണിയുടെ വോട്ടുകൾ 58,884. മാണി സി കാപ്പനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. 54,181. എൻ ഹരി എന്ന BJP സ്ഥാനാർത്ഥി 24,821. ആ കണക്കൊന്ന് ശ്രദ്ധിക്കണം. 24,821 കെ എം മാണി ജീവിച്ചിരിക്കെ അദ്ദേഹം മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിൽ BJP ആ മണ്ഡലത്തിൽ നേടിയിട്ടുണ്ട്. പാലായിൽ എൻ ഹരി എന്ന സ്ഥാനാർത്ഥി 24,821 വോട്ടുകൾ പാലാ മണ്ഡലത്തിൽ സമാഹരിച്ചു എന്ന കണക്കൊന്ന് ശ്രദ്ധിക്കണം. ഭൂരിപക്ഷം 4,703 വോട്ടുകളാണ്. അതായത് കെ എം മാണി എന്ന രാഷ്ട്രീയ അധികായന് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലേക്ക് തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ കുറഞ്ഞ് ഭൂരിപക്ഷം വരികയാണ്. ഇതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോഴും കെ എം മാണിയുടെ ഭൂരിപക്ഷത്തിൽ വലിയ കുറവുകൾ രേഖപ്പെടുത്തി വരികയായിരുന്നു. അത് ഏറ്റവും കുറവ് വരുന്ന ഒരു തെരഞ്ഞെടുപ്പുകളിൽ ഒന്നായി. അതായത് മുമ്പ് MM ജേക്കബിനെതിരെ അദ്ദേഹം മത്സരിച്ചപ്പോഴാണ് ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. അത് ഒഴിവാക്കിയാൽ പിന്നീട് സമീപകാല തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലുള്ള വിജയമായി ഈ 4,703 വോട്ടുകൾ 2016 തെരഞ്ഞെടുപ്പിൽ മാറി എന്നതാണ് ചിത്രം. പിന്നീട് സംഭവിച്ച അടുത്ത തെരഞ്ഞെടുപ്പാണ്. അത് ഉപതെരഞ്ഞെടുപ്പ് എന്ന ചിത്രം കൂടിയുണ്ട്. നോക്കാം. 2019 ഉപതെരഞ്ഞെടുപ്പാണ് പിന്നീട് നോക്കുന്നത്. നമുക്ക് അതിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിലേക്ക് പോകുമ്പോൾ നോക്കൂ. 2019 ഉപതെരഞ്ഞെടുപ്പിൽ കെ എം മാണിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പൻ 54,137 വോട്ട്. ജോസ് ടോം എന്ന UDF സ്ഥാനാർത്ഥി 51,194 വോട്ട്. എൻ ഹരി എന്ന സ്ഥാനാർത്ഥി 18,044 വോട്ട്. അതായത് 24,000 വോട്ട് പിടിച്ച BJP ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. എങ്കിലും 20,000-നടുത്ത് 18,000-ഓളം വോട്ടുകൾ BJPയോട് പിടിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം 2,943 വോട്ടുകൾക്ക് മാത്രമാണെന്ന് മാണി സി കാപ്പൻ വിജയിച്ച് കയറുന്നത്. അതായത് ഇടതുപക്ഷം ആദ്യമായി 13 തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ആദ്യമായി ആ പാലാമണ്ഡലം പിടിക്കുന്നത് അപ്പോൾ മാത്രമാണ് എന്നതാണ് ചിത്രം. ഇനി തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ്, അത് കൂടി ശ്രദ്ധേയമാണ്. നമുക്ക് നോക്കാം. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴും ഈ സാഹചര്യം മാറുന്നുണ്ട്. അതായത് 2029 കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പൻ നേടുന്നത് 69,804 വോട്ടാണ്. ജോസ് കെ മാണി 54,426. പ്രമീള ദേവി BJP സ്ഥാനാർത്ഥി 10,869 വോട്ടുകളായി കുറഞ്ഞു. അതായത് 2016 നേടിയ വോട്ടുകളിൽ നിന്ന് 10,000-ൽ പരം 14,000-ഓളം വോട്ടുകളുടെ കുറവാണ് 2021 വരുമ്പോൾ അന്നവിടെ BJPക്ക് ഉണ്ടായത് എന്നതാണ്. സ്ഥാനാർത്ഥിയുടെ മാറ്റമൊക്കെ ആവാം ഒരുപക്ഷെ പ്രകടമായത്. എന്തായാലും മാണി സി കാപ്പൻ്റെ വിജയം 15,378 വോട്ടുകൾക്കായിരുന്നു എന്നതാണ് 2021 രാഷ്ട്രീയ ചിത്രം. ആ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്നാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും ആ മണ്ഡലം പോകുന്നത് എന്നതുകൂടിയാണ് സാഹചര്യം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, പാലയിൽ BJPയുടെ വോട്ടിംഗ് ശതമാനത്തിൽ വന്ന കുറവ് എൻ ഹരി എന്ന സ്ഥാനാർത്ഥി അന്നൊരു ബൂം അവിടെ ഉണ്ടാക്കി. അങ്ങനെയാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ ഒരു നേട്ടമുണ്ടായത്. പക്ഷേ പിന്നീട് 2021 ചിത്രം നോക്കുമ്പോൾ 10,000-ൽ പരം വോട്ടുകൾ മാത്രമേ BJP നേടിയിട്ടുള്ളൂ. പിന്നെ എങ്ങനെ ഒരു ത്രികോണ പോരാട്ടം സാധ്യമാകുമെന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകും. എന്താണ് BJPയുടെ പ്രതീക്ഷ? സജിത്ത്, ഈ എൻ ഹരി നേടി 25,000 വോട്ട് ഉപതെരഞ്ഞെടുപ്പിലാണ് നേടിയത് എന്നുള്ളതാണ് പൊതുവെ എടുത്ത് കാണേണ്ടത്. അതായത് സംസ്ഥാന നേതാക്കൾ ഒന്നാകെ BJPയുടെ അടക്കം നേതാക്കൾ നടത്തിയ പ്രചരണത്തിലാണ് ആ നിലയിൽ കാര്യങ്ങൾ എത്തിയത്. പക്ഷെ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുക്കുമ്പോൾ BJPക്ക് അത്ര ആശ്വാസകരമായ ഒരു കണക്കല്ല ഉണ്ടാകാറുള്ളത്. ഒരുപക്ഷെ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ രാജഗോപാൽ നേടിയൊരു വലിയ മുന്നേറ്റം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഒരു ഉപതെരഞ്ഞെടുപ്പുകളിലും, സമീപകാലത്ത് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പുകളിലും BJP ഉള്ള വോട്ടിനേക്കാൾ ഒരുപാട് താഴേക്ക് പോകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് പുതുപ്പള്ളിയിൽ നമ്മൾ നോക്കിയാലും ഏതാണ്ട് 6,000-ഓളം വോട്ടാണ് കിട്ടിയത്. AN രാധാകൃഷ്ണനെ പോലുള്ള സംസ്ഥാന നേതാക്കൾ മത്സരിച്ച PT തോമസിന് ശേഷം മരണശേഷം നടന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, അതല്ലെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, ഇവിടെയൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന നിലയിൽ പോലും BJP എത്തിയിരുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് പാലാ ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഹരിയെ പോലെ ആ നാടുമായി അല്പം പരിചയമുള്ള ആളാണ്, പക്ഷെ പ്രാദേശിക നേതാവ് എന്ന നിലയിൽ മാത്രം ഉണ്ടായിരുന്ന എൻ ഹരിക്ക് അത്രത്തോളം വോട്ട് കിട്ടിയത്. അത് അവിടെ പ്രവർത്തിച്ചാൽ കാര്യമായി മുന്നോട്ട് പോകാം എന്നതിൻ്റെ തെളിവായി BJP കാണുകയാണ്. പക്ഷേ കണക്കുകൾ ഒരു തരത്തിലും ആശ്വാസകരമല്ല BJPയെ സംബന്ധിച്ച്. കാരണം
ഏതാണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മുന്നിലാണ് മാണി സി കാപ്പനും ജോസ് കെ മാണിയും ഒക്കെ. അവർക്കൊപ്പം എത്തണമെങ്കിൽ ഒരു ത്രികോണ പോരാട്ടം നടക്കുമ്പോൾ ഒരു 50,000 അല്ലെ 55,000-ഓളം വോട്ടുകൾ പിടിക്കുക. അതായത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു 35,000 വോട്ടെങ്കിലും അധികമായി പിടിച്ചാൽ മാത്രമേ ഷോണിന് അവിടെ വിജയിക്കാൻ കഴിയൂ എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ അവരുടെ ഒരു ആത്മവിശ്വാസമായി ചൂണ്ടിക്കാണിക്കുന്നത് പി സി ജോർജിനടക്കം വലിയ ആത്മബന്ധമുള്ള പല പഞ്ചായത്തുകൾ, പ്രത്യേകിച്ച് പഴയ പൂഞ്ഞാർ മണ്ഡലത്തിന്റെ ഭാഗമായ 6 പഞ്ചായത്തുകൾ ഇപ്പോൾ പാലായിലാണുള്ളത്. അവിടെയൊക്കെ തങ്ങൾക്ക് കാര്യമായി ഷോണിനെ പോലെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ വളരെ കാര്യമായി മുന്നോട്ട് പോകാൻ കഴിയും. അതായത് മലയോര പഞ്ചായത്തുകളിലൊക്കെ കാര്യമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണുള്ളത്. അങ്ങനെ അതൊരു കഴിഞ്ഞ തവണത്തെ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം കൃത്യമായി 3ആയി വിഭജിച്ചാൽ ഏതാണ്ട് 45,000 വോട്ട് വരും. അതിനപ്പുറത്തേക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന ആത്മവിശ്വാസം തന്നെയാണ് ഷോൺ ജോർജ് പറയുന്നത്. പാലയുടെ ഒരു ജനങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രബുദ്ധത ആ നിലയിലാണ് എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുക. അതിന്റെ കാരണം ഈ കെ എം മാണി സജിത്ത് നേരത്തെ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ കെ എം മാണി അല്ലാതൊരു ആ മണ്ഡലത്തിൽ ആരും വിജയിച്ചിട്ടില്ല. ആ മണ്ഡലത്തിൽ തൊട്ട് പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ജോസ് കെ മാണി നിർത്തിയ സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, ജോസ് കെ മാണി ആയിക്കോട്ടെ, അവിടെ പച്ച തൊടുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ചില തീരുമാനങ്ങൾ അതിശക്തമായി എടുക്കുന്ന ഒരു മണ്ഡലമാണ് പാല. അതിന് നമ്മൾ ഒരു പരിധിവരെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയാൻ ഒരു കാര്യം കൂടിയുള്ളത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ ഒരു ഇടത് തരംഗം ഉണ്ടായപ്പോഴും ജോസ് കെ മാണിയെ പോലുള്ള പാർട്ടി ചെയർമാനെ, കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാനെ തറപറ്റിച്ച മണ്ഡലമായി പാല നിന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു കാണേണ്ടത്. ഇപ്പോഴുള്ള കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇടതുമുന്നണിക്കാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അല്പം മുൻതൂക്കമുള്ളത്. പക്ഷേ കാര്യങ്ങൾ അത്ര കണ്ട് ലളിതമല്ല. യഥാർത്ഥ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വലിയ പ്രചണ്ഡ പ്രചാരണം, താഴെത്തട്ടിലുള്ള പ്രവർത്തനം, ഇതിലൂടെയൊക്കെ ഒരു ത്രികോണ പോരാട്ടം എന്തായാലും BJP അവിടെ ഉറപ്പിക്കുമെന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. സജിത്ത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ത്രികോണ പോരാട്ടം അത് നമുക്ക് ഉറപ്പിക്കാം. പാലയിൽ അതാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യവും BJPയുടെ നീക്കങ്ങളും അങ്ങനെ തന്നെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.